വടകരയിലെ ഈ രക്ഷിതാക്കൾക്ക്, ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വളരെയധികം ഒരു സാന്ത്വനമായിക്കൊണ്ട് ചെറിയ കാലം കൊണ്ട് വളർന്ന് വികസിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഗീതം പബ്ലിക് സ്കൂൾ. വടകരയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ സാമ്പത്തികമായും എല്ലാ രീതിയിലും വളരെ ഉന്നതമായ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു ചെറിയൊരു സ്ഥാപനത്തിന്റെ പ്രസക്തി എന്താണെന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഗീതം പ്ലേ സ്കൂൾ വടകരയിലെയും പ്രാന്തപ്രദേശത്തിലെയും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും അനുഗ്രഹമായി തീർന്നുകൊണ്ട് 3 വർഷം മുൻപ് വടകരയിൽ സ്ഥാപിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിരവധി പരിഷ്കാരങ്ങൾ ഈ രംഗത്ത് കടന്നു വരുന്നുണ്ട്, ആശാവഹമാണ്. എന്നാലും ഏറെ ദുഃഖകരമായ ഒരവസ്ഥ നമ്മുടെ പ്രൈമറി വിദ്യാലയത്തിന് മുൻപുള്ള കാലഘട്ടം, പ്രീ പ്രൈമറി സ്കൂൾ, പ്ലേ സ്കൂൾ തുടങ്ങിയ രംഗത്ത് ഇനിയും നമുക്ക് മുൻപന്തിയിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഏറ്റവും പ്രാധാന്യം നൽകി വരുന്നത് പ്ലേ സ്കൂൾ, നഴ്സറി സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കാണ്. കാരണം നമുക്കറിയാം, കുട്ടികളുടെ മാനസികമായ വളർച്ച ഏറ്റവും നല്ല രീതിയിൽ വികാസം പ്രാപിക്കുന്നത് അവന്റെ ഈ ചെറുപ്രായത്തിലുള്ള കാലഘട്ടത്തിലാണ്. പ്ലേ സ്കൂളുകളുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ തലമുറയിലെ എഴുത്താശാന്മാരും എഴുത്ത് കളരികളും ആയിരുന്നു പ്രീ പ്രൈമറി തലത്തിൽ കുട്ടികളെ നോക്കിയിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഈ ഫംഗ്ഷൻ നിറവേറ്റിയിരുന്നത്. എന്തോ നമ്മുടെ സാമൂഹിക പുരോഗതിയുടെ ഏതോ ഘട്ടത്തിൽ എഴുത്താശാന്മാരും എഴുത്ത് കളരികളും ഒക്കെ അന്യം നിന്നുപോയി. പിന്നീട് വന്ന ഒരു പുതിയ സംവിധാനമാണ് പ്ലേ സ്കൂൾ. വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി സമൂഹം നോക്കിക്കാണുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ അർഹിക്കുന്ന പ്രാധാന്യം ഇനിയും കിട്ടിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ രക്ഷിതാക്കൾ ശരിക്കും സമനില തെറ്റിയവരെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം നമ്മുടെ മക്കളുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്താതെ അവരെ എന്നും മറ്റു കുട്ടികളുടെ പോലെ പ്രവർത്തിക്കാൻ പറയുകയും അനുകരിക്കാൻ പറയുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്കെതിരായി അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. നമ്മുടെ ഈ ഗീതം പബ്ലിക് സ്കൂളിന്റെ 3ാം വാർഷിക ആഘോഷത്തിന് വേണ്ടിയാണ്. അപ്പം ഇപ്പൊ ഞാനൊരു വലിയൊരു പ്രസംഗത്തിന് ഇവിടെ വേദി എടുക്കുന്നില്ല. അപ്പൊ അഥവാ അങ്ങനെ ഞാൻ ആഗ്രഹിച്ചാലും അതെന്റെ ഒരു അത്യാഗ്രഹമായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ ഇവിടെ നമ്മുടെ കൊച്ചുകുട്ടികളുടെ കലാപരിപാടികൾ കാണാനും അവ കണ്ട് ആസ്വദിക്കാനും അവ കണ്ട് വിലയിരുത്താനും ഒക്കെയാണ് ഇവിടെ ഇപ്പൊ ഇന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ കൂടിയിരിക്കുന്നത് അല്ലേ? അപ്പം അതിലേക്ക് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു സംഭാവനയായിട്ട് ഒരു ചെറിയൊരു ലളിതഗാനം ഇവിടെ പാടുന്നുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരെയും
ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ഒരു വലിയൊരു കയ്യടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വലിയൊരു കയ്യടി അടിച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഉണർവാകുമായിരുന്നു. അപ്പൊ ഞാനിത് തുടങ്ങാണ്. എൻ്റെ ഒരു ചെറിയൊരു ഗീതമാണ്. ഔദ്യോഗിക സ്ഥാനം വഹിക്കാമെന്നേറ്റ കൗൺസിലർ ശ്രീമതി അജിത അനാരോഗ്യം കാരണം എത്താൻ കഴിഞ്ഞില്ല. തൽസ്ഥാനം സ്വീകരിച്ച പ്രധാന അധ്യാപകൻ ആരാധനായ ശ്രീ രാമകൃഷ്ണൻ സാർ ഔദ്യോഗിക തിരക്കിനിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന CA ജെയ്സൺ അബ്രഹാം സാർ, വടകര ലയൺസ് ക്ലബിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് എഞ്ചിനീയർ ശ്രീ മോഹനൻ PTK, സാഹിത്യകാരൻ ശ്രീ CC രാജൻ, യുവജനോത്സവങ്ങളിൽ പല ഇനങ്ങളിലും സ്വന്തം നിലയിൽ അവാർഡ് നേടിയ വിദ്യാർത്ഥിനി കുമാരി അനുനന്ദ, ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികളെ, ശബ്ദം തന്ന് സഹായിച്ചവരെ ഗീതം പബ്ലിക് സ്കൂളിന്റെ പേരിലും സ്വന്തം നിലയിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു.